ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ 2 ഫ്ലേവർ ഐസ്ക്രീമാണ് ഞാൻ ഇതിൽ തയ്യാറാക്കുന്നത്, വാനിലയും അതുപോലെ തന്നെ ചോക്ലേറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം. അതുപോലെ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യത്തെ കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വാനില എസൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഫ്ലേവറിലാണ് ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റുന്നുണ്ട്. ഇതിലേക്ക് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വാനിലയുടെ ഫ്ലേവറുമായി ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുമായി. ഇനി നമുക്ക് സെറ്റ് ആകാൻ വേണ്ടി 2 പാത്രത്തിലാക്കി വെക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാനിലയുടെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് കവർ ചെയ്യാൻ വേണ്ടി ഒരു ഓയിലിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലിൻ്റെ ഷീറ്റ് കവർ ചെയ്യുന്നതോടുകൂടി നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ്. പൊട്ടും എയർ കയറാതെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ 2 ഫ്ലേവറിൻ്റെ മിക്സും 2 കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഒരു 6 hours കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യണം. അപ്പോൾ 6 hours കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.